തിരുവനന്തപുരം മേയറുമായുള്ള തർക്കത്തെ തുടർന്ന് വിവാദത്തിലായ കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുതയെന്ത്? മേയർക്കുണ്ടായതിന് സമാന അനുഭവം തനിക്കുമുണ്ടായെന്ന നടി റോഷ്നയുടെ വെളിപ്പെടുത്തൽ യദുവിന് കുരുക്കാകുമോ? നടി റോഷ്ന പരാതി ഉന്നയിച്ച കെഎസ്ആർടിസി ബസ് ഓടിച്ചത് യദു തന്നെയെന്ന് സ്ഥിരീകരിച്ചു. സംഭവ ദിവസത്തെ കെഎസ്ആർടിസി ഷെഡ്യൂൾ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ബസ് ഓടിച്ചത് യദുവെന്ന കാര്യം വ്യക്തമായത്. റോഷ്നയുടെ ആരോപണത്തിൽ കെഎസ്ആർടിസി ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ തന്റെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡ്രൈവർ യദു കോടതിയിൽ ഹർജി നൽകി. മേയർക്കെതിരെ അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് യദുവിൽ നിന്നും സമാന അനുഭവമുണ്ടായെന്ന നടി റോഷ്ന ആൻഡ്രോയ് വെളിപ്പെടുത്തിയത്. സമൂഹമാധ്യമത്തിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ. ജൂൺ 19 എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ കുന്നംകുളത്തിനടുത്ത് വെച്ച് യദു ഓടിച്ചിരുന്ന കെഎസ്ആർടിസി ബസ് അമിത വേഗത്തിൽ വന്നെന്നും പിന്നീട് അസഭ്യം പറഞ്ഞെന്നുമായിരുന്നു റോഷ്നയുടെ ആരോപണം. റോഷ്ന പരാതി ഉന്നയിച്ച കെഎസ്ആർടിസി ബസ് ഓടിച്ചത് യദു തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന ഡിപ്പോ രേഖകളാണ് പുറത്തുവന്നത്. കെഎസ്ആർടിസി ഷെഡ്യൂൾ ബുക്കിലെ വിവരങ്ങൾ അനുസരിച്ച് ജൂൺ 18 യദു തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും വഴിക്കടവിലേക്ക് സർവീസ് ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസം ജൂൺ 19 തിരിച്ച് തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തി. റോഷ്നയുടെ ആരോപണത്തിന് പിന്നാലെ കെഎസ്ആർടിസി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബസ് ഓടിച്ചത് താൻ തന്നെയെന്ന് യദുവിന്റെ സ്ഥിരീകരണ മൊഴി ലഭിച്ചതായി ഗതാഗത മന്ത്രിക്ക് കൈമാറിയ കെഎസ്ആർടിസി വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വഴിക്കടവിലേക്ക് സർവീസ് നടത്തിയതുൾപ്പെടെ ഓർമ്മയില്ലെന്നാണ് യദുവിന്റെ പ്രതികരണം. ഇല്ല, അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസെടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു പരാതി പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയിലില്ല. അതിനിടെ മേയറുമായി ഉണ്ടായ തർക്കത്തിലെ തന്റെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഡ്രൈവർ യദു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നടക്കം ഹർജിയിൽ ആരോപിക്കുന്നു. കോടതി മേൽനോട്ടത്തിലോ കോടതി നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.